Hello students, determine whether the series is absolutely convergent or convergent. Test for convergence or absolute convergence. Questions ഉണ്ടാക്കാം. Here sigma xn is given to be sigma n equal to sigma xn ഒന്നും എഴുതി തരണമെന്നില്ല. Sigma n equal to 1 to infinity minus 1 raised to n plus 1 into 2n plus 1 divided by n cube. Absolute പറഞ്ഞിട്ടുണ്ട്. Minus 1 raised to n plus 1 into 2n plus 1 divided by n cube. അങ്ങനെയാണെങ്കിൽ absolutely convergent ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പ്രാധാന്യമുള്ളൂ. നമ്മൾ എന്താ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സിഗ്മ മോഡ് എക്സ് എൻ നോക്കും. സിഗ്മ മോഡ് എക്സ് എൻ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity മോഡുലസ് എടുക്കുമ്പോൾ -1 ഹോൾ റൈസ് ടു n പ്ലസ് 1 ആവശ്യമില്ല, 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ സിഗ്മ ഇസഡൻ. ഇതിനെ ഞാൻ സിഗ്മ ഇസഡൻ എന്ന് എഴുതുകയാണ്. ദെൻ അത് എഴുതുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ എക്സ്പ്രഷനുമായിട്ടൊന്നും തെറ്റിപ്പോയേക്കരുത്. ഏത് ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ -1 ഹോൾ റൈസ് ടു n പ്ലസ് 1 ഇൻറ്റു ഇസഡൻ എന്ന് എഴുതാം. ഇപ്പൊ എഴുതുന്നത് സിഗ്മ മോഡ് എക്സ് എൻ ആണ്. മോഡ് എക്സ് എന്നെയാണ് ഞാൻ ഇസഡൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹിയർ ഇസഡൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ. അതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ എക്സ്പ്രഷനിലും അങ്ങനെ തന്നെയാണ്. മോഡ് എക്സ് എൻ തന്നെയാണ് ഇസഡൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായേക്കരുത്. അപ്പോൾ സിഗ്മ മോഡ് എക്സ് എൻ ഇതാണ്. ഇനി ഇത് കൺവേർജന്റ് ആണോ, സിഗ്മ ഇസഡൻ കൺവേർജന്റ് ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മളുടെ ഇസഡനെ ഇങ്ങെടുക്കുക. ഇസഡൻ ഈക്വൽ ടു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ക്യൂബ്. എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഭംഗിക്കുറവ് തോന്നിയില്ലേ? ഇവിടെ ഡിഗ്രി 1, ഇവിടെ ഡിഗ്രി 3. അപ്പോൾ ഡിഗ്രി സെയിം ആക്കാൻ വേണ്ടിയൊന്നും അല്ല, ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു എളുപ്പത്തിനാണ്. ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമുക്ക് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. n ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിനെ n കൊണ്ട് ഡിവൈഡ്, ഒരേ ഡിഗ്രി ആണെങ്കിൽ രണ്ടിനെ ഒരേ n പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതൊക്കെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഒരു എളുപ്പമാർഗത്തിന് വേണ്ടിയാണ് അങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസഡൻ 2n പ്ലസ് 1 ഡിവൈഡ് ബൈ n ക്യൂബ് എന്നുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ഫസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ല, ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ടെസ്റ്റ് അല്ലാതെ ഇത് മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ പോസിറ്റീവ് ടേംസ് എല്ലാം ഉള്ളതാണ്. 2n പ്ലസ് 1 ഡിവൈഡ് ബൈ n ക്യൂബ് മോഡുലസ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഇസഡൻ ഡിവൈഡഡ് ബൈ ഇസഡൻ എക്സ് എൻ ഡിവൈഡ് ബൈ വൈ എൻ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സ് എൻ ഇത് ഈ സീരീസിന് ഓൾട്ടർനേറ്റിങ്ങിന് എക്സ് എൻ കൊടുത്തുകൊണ്ട് ഇസഡൻ എന്ന് മോഡുലസിനെ നമ്മൾ വിളിച്ചിരിക്കുന്നു. ഇസഡൻ ഡിവൈഡഡ് ബൈ വൈ എൻ. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി വൈ എന്നിനെ ഞാൻ 1/n² എന്ന് വിളിക്കും. 1/n² എന്ന് വിളിക്കുവാണെങ്കിൽ ഇസഡൻ ഡിവൈഡ് ബൈ വൈ എൻ കൊടുക്കുമ്പോൾ n² ന്യൂമറേറ്റർ വരും. n² കട്ട് ചെയ്തിട്ട് 2n പ്ലസ് 1 ബൈ let yn equal to 1/n². അതാണ് നമ്മുടെ ഉദ്ദേശം. then zn by yn equal to 2n plus 1 divided by n cube divided by 1/n². അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. 2n plus 1 divided by n cube into n² divided by 1. ഇത് കട്ട് ചെയ്തിട്ട് 2n plus 1 divided by n എന്ന 2n plus 1 divided by n. അത് നമുക്ക് 2 plus 1/n അങ്ങനെ എഴുതാം. 2 plus 1/n. then r equal to ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ r equal to ലിമിറ്റ് zn divided by yn. here it is equal to 2 plus 1/n ലിമിറ്റ് 2. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ r 0 ആണോ അല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് റിസൾട്ട്. r നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സിഗ്മ എക്സ് എൻ കൺവേർജന്റ്, ഇഫ് ആൻഡ് ഓൺലി സിഗ്മ വൈ എൻ കൺവേർജന്റ്. ഇവിടെ സിഗ്മ ഇസഡൻ കൺവേർജന്റ് നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് സിഗ്മ ഇസഡൻ കൺവേർജന്റ്. എന്ന കാരണം ആസ് സിഗ്മ വൈ എൻ ഈക്വൽ ടു സിഗ്മ 1/n² കൺവേർജന്റ്. ഇത് കൺവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് സിഗ്മ ഇസഡനും കൺവേർജന്റ് ആണ് എന്ന് കിട്ടി. സിഗ്മ ഇസഡൻ എന്ന് പറയുന്നത് സിഗ്മ മോഡ് എക്സ് എൻ ആണ്. സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജസ് ഇംപ്ലൈസ് സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. സിഗ്മ എക്സ് എൻ അങ്ങനെ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ് എന്ന് കിട്ടി. അബ്സല്യൂട്ട് കൺവേർജൻസ് കിട്ടിയാൽ absolute convergence implies convergent. Therefore, the series sigma xn is also absolutely convergent implies convergent is also convergent. ഇവിടെ ഒരു റീസൺ നമുക്ക് എഴുതാനുണ്ടല്ലോ. ഇവിടെ എവിടെയോ കമ്പാരിസൺ ടെസ്റ്റ് സിഗ്മ ഇസഡൻ കൺവേർജന്റ് ഓഫ് സിഗ്മ വൈ എൻ ആർ നോട്ട് ഈക്വൽ ടു 0. ഇത് ആർ ആണ്. ആർ നോട്ട് ഈക്വൽ ടു 0 ആൻഡ്
we use limit comparison test. Limit comparison test. അത് ഓർഡിനറി സീരീസിനാണ്. സിഗ്മ മോഡ് എക്സിന് എടുത്തപ്പോൾ നമ്മൾ ഓർഡിനറി ആയി. ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ടെസ്റ്റ് ഒന്നും അല്ല നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ ടെസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. അബ്സല്യൂട്ട് കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സിഗ്മ എക്സ് ഈക്വൽ ടു എന്ന് എഴുതി തരത്തില്ല. സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity -1 whole raised to n 3 plus n divided by 5 plus n -1 whole raised to n into -1 whole raised to n into 3 plus n divided by 5 plus n. മുമ്പ് പറഞ്ഞ പോലെ ഡിഗ്രിയുടെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, ഒരേ ഡിഗ്രിയാണ് കാണുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ സിഗ്മ മോഡ് എക്സ് എൻ ആണ് നോക്കുക. സിഗ്മ മോഡ് എക്സ് എൻ ഈക്വൽ ടു സിഗ്മ സൈൻ -1 raised to n. ആദ്യത്തെ ടൈം നെഗറ്റീവ് ആകും, നമുക്ക് പ്രശ്നമല്ല മോഡുലസ് എടുക്കുമ്പോൾ. ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് നെഗറ്റീവ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റുകൾ ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കാം. ഞാനിപ്പോൾ ഓർഡിനറി അബ്സല്യൂട്ട് കൺവെർജൻസ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഓർഡിനറി ടെസ്റ്റുകൾ മാത്രമേ കൺവെർജൻസ് ചോദിച്ചിട്ടില്ല. അബ്സല്യൂട്ട് കൺവെർജൻസ് ചോദിച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റുകൾ സാധ്യമല്ല. 3 plus n divided by 5 plus n nth ടൈം ആയിട്ടുള്ള സീരീസിനെ ലെറ്റ് ഡിനോട്ടഡ് ബൈ സിഗ്മ ഇസഡൻ ഈക്വൽ ടു മോഡ് എക്സൻ ആണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ദെൻ ഇവിടെ നോക്കിയപ്പോൾ ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ലിമിറ്റ് ഇസഡൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഓർഡിനറി സീരീസിന് ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ കൺവെർജൻസ് പറയത്തുള്ളൂ. ഇതിപ്പോൾ കൺവെർജൻസ് ഇല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാം. ലിമിറ്റ് ഇസഡൻ ഈക്വൽ ടു ലിമിറ്റ് 3 plus n divided by 5 plus n 3 plus n divided by 5 plus n equal to limit of n കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്താൽ 3 by n plus 1 divided by 5 by n plus 1. 3 by n tends to 0, 5 by n tends to 0, as n tends to infinity. As n tends to infinity, this become 1. nth ടൈമിന്റെ ലിമിറ്റ് 0 ആയില്ല. ഈ സീരീസിന്റെ സിഗ്മ ഇസഡൻ is a series such that limit ഇസഡൻ മറ്റൊന്നും ആലോചിക്കണ്ട, ലിമിറ്റ് ഇസഡൻ നോട്ട് ഈക്വൽ ടു 0. എന്ത് ടൈമിന്റെ ലിമിറ്റ് 0 ആയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓർഡിനറി സീരീസ് ടെസ്റ്റിലെ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച എന്ത് ടൈം ടെസ്റ്റ് ഡൈവേർജൻസ് ഫോം. ലിമിറ്റ് ഇസഡൻ നോട്ട് ഈക്വൽ ടു 0 മീൻസ് സിഗ്മ ഇസഡൻ ഡൈവേർജൻ. ബട്ട് സിഗ്മ ഇസഡൻ എന്ന് പറയുന്നത് സിഗ്മ മോഡ് എക്സൻ. സിഗ്മ മോഡ് എക്സൻ നോട്ട് കൺവേർജൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഡൈവേർജന്റ് എന്ന് എഴുതിയാൽ മതി, നോട്ട് കൺവേർജൻ. സിഗ്മ മോഡ് എക്സൻ നോട്ട് കൺവേർജൻ മീൻസ് സിഗ്മ എക്സനെ പറ്റി പറഞ്ഞ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല, നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ. ഇതുകൊണ്ട് തന്നിരുന്ന സീരീസിന്റെ ഇത് സിഗ്മ എക്സന്റെ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ആണല്ല, സിഗ്മ മോഡ് എക്സന്റെ കൺവേർജൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് സിഗ്മ എക്സന്റെ കൺവേർജൻസിനെ പറ്റി നമുക്കിപ്പോൾ പറയാൻ ഇപ്പൊ ഉപയോഗിച്ച കാര്യങ്ങൾ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഉണ്ട്, അബ്സല്യൂട്ട് കൺവേർജൻസ് ഇല്ലാതെ കൺവേർജൻസ് ഉണ്ടാകും. അതിന് ഈ സീരീസിനെ വേറെ ടെസ്റ്റ് ചെയ്യും. ആ ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ ഏതെങ്കിലും ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ അത് ചോദിച്ചിട്ടില്ല, അബ്സല്യൂട്ട് കൺവേർജന്റ് ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റുകൾ വേറെ ചെയ്യും, അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ട. അത്തരം പ്രോബ്ലംസ് വേറെ ചെയ്യാം. നമ്മൾ അടുത്തത് അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബ്ലം തന്നെയാണ് ചെയ്യുക. തന്നിരിക്കുന്ന സീരീസ് സിഗ്മ അബ്സല്യൂട്ടിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. സിഗ്മ n ഈക്വൽ ടു 1 to infinity cos n by കാണുമ്പോൾ മൈനസ് സൈൻ ഒന്നും അവിടെ ഇല്ല. cos n by ഡിവൈഡഡ് ബൈ n into root of n. let sigma xn equal to sigma xn equal to അല്ലെ xn equal to sigma cos n by divided by n into root n. cos n by n into root n xn ആകുന്ന സീരീസ്. സിഗ്മ മോഡ് എക്സൻ ഈക്വൽ ടു അബ്സല്യൂട്ട് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതാണ് നോക്കുന്നത്. സിഗ്മ മോഡ് എക്സൻ ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് cos n by divided by n into root n. ഇവിടെ മോഡുലസിന്റെ ആവശ്യം എന്താ? n is a natural number, n into root n is പോസിറ്റീവ് റൂട്ട് എടുക്കത്തുള്ളൂ. cos n by equal to -1 whole raised to n. Therefore this is sigma modulus of അവിടെയാണ് മോഡുലസിന്റെ ആവശ്യം വന്നത്. -1 whole raised to n into n into root divided by n into root n. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ 1 divided by n into root n n raised to 3/2 എന്ന് എഴുതാം. n raised to 3/2. ഇത് സിഗ്മ, this is of the form sigma 1 by n raised to p. sigma 1 by n raised to p form for p equal to എന്താ കിട്ടി?
3/2, p 3/2 greater than 1. For p greater than 1, sigma 1 by n raised to p is convergent. And convergent. അത് നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ് sequence of partial sums in definition ഉപയോഗിച്ച് sigma 1 by n square then sigma 1 by n raised to p for p greater than 1 convergent എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? സിഗ്മ മോഡ് എക്സ് എൻ, ഞാനിപ്പം പറയേണ്ട കാര്യമില്ലല്ലോ, സിഗ്മ മോഡ് എക്സ് എൻ കൺവേർജന്റ് എന്ന് കിട്ടി. സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് നമുക്ക് കിട്ടും. ഇനി അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ പ്രോബ്ലം ഏതാണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. വേറൊരു കാര്യം പെട്ടെന്ന് ചെയ്യാവുന്നൊരു മറ്റൊരു പ്രോബ്ലത്തിന്റെ കൂടെ ചോദിക്കുന്ന ഫൈൻഡ് ദ സം. അതല്ല നമ്മുടെ ഉദ്ദേശം, നമ്മൾ കൺവേർജൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ടെസ്റ്റ് ദ കൺവേർജൻസ് ആൻഡ് ഫൈൻഡ് ദ സം. കൺവേർജന്റ് ആണ്, അതുകൊണ്ടാണ് സം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 1 - 1/2 + 1/3 മൈനസ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ കൂടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു സമയമുള്ളതുകൊണ്ട് അതങ്ങ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് ഹെൻസ് deduce that 1 - 1/2 + 1/3 - 1/4 ഈക്വൽ ടു ഒരു വാല്യൂ ഒക്കെ ചിലപ്പോൾ തരാം, ആൻസർ തരാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് log 1 + xന്റെ ഈ സം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാവും. അപ്പോൾ log 1 + xന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. log 1 + x ഈക്വൽ ടു കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അത് വേറെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. log 1 + x ഈക്വൽ ടു ലോഗരിതം ടേബിളിലൊക്കെ എക്സ്പ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം എക്സ്പാൻഷൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ടൈലർ സീരീസ് എക്സ്പാൻഷൻസ് ഒക്കെ. x - x² + 6³ + 3 - x raised to 4 / 4 + etc. ഇനി പഠിച്ചിട്ടില്ലെങ്കിലും ഇത് ഓർത്തിരിക്കുക, ഈ പ്രോബ്ലത്തിന് വേണ്ടി ഇത് ഓർത്തിരിക്കുക. log 1 + x, മറ്റേത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ്റെ ലെന്ത് കൂട്ടാൻ വേണ്ടി hence deduce that this is equal to, hence find the value, hence find the sum എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാകും. log 1 + x ഈക്വൽ ടു this. Then if we put x equal to 1, when x equal to 1, അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എല്ലാം എടുക്കുന്നത് നോക്കി. then x equal to 1 എന്നാ കിട്ടും? log 1 + 1, ലെഫ്റ്റ് സൈഡിൽ log 2 ഈക്വൽ ടു 1 - 1² / 2 + 1³ / 3 + 1 raised to 4 / 4, sorry, minus 1 raised to 4 / 4 plus etc. That is a alternating harmonic series plus etc. അപ്പോൾ ഈ സം എത്രയാ? log 2, and hence prove that sum equal to log 2 എന്ന ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അടുത്തത് സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സീരീസിന്റെ nth ടൈം 1 by n plus 1 into 1 by n plus 2, or sigma 1 by n plus 1 into n plus 2. nth ടൈം മാത്രം തന്നിട്ട് വേണം ചോദിക്കാൻ കേട്ടോ. Find whether the series is convergent or divergent where the nth term is 1 by n plus 1 into n plus 2. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു കമ്പാരിസൺ കൊണ്ട് പ്രൂവ് ചെയ്യാം. കമ്പാരിസൺ ടെസ്റ്റ് എന്താ? if xn less than or equal to yn, then sigma yn convergent implies sigma xn convergent. sigma xn divergent implies sigma yn divergent. sigma yn നേക്കാളും ചെറുതാണ്, അപ്പോൾ sigma yn convergent ആണെങ്കിൽ sigma xn അതിനേക്കാളും ചെറിയ ടേംസ് ആണ് ഉറപ്പായിട്ടും കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോകുന്നത് 1 by nth ടൈം 1 by n plus 1 into n plus 2 ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. n plus 1നേക്കാളും ചെറിയതാണ് n എന്ന് നിങ്ങൾക്കറിയാം, n plus 2നേക്കാളും ചെറുതാണ് n എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ n plus 1നും n plus 2നും പകരം ഞാൻ n എടുക്കുക. ചെറുതാണ് ഡിനോമിനേറ്ററിൽ കൊടുത്തത്, ഡിനോമിനേറ്ററിലാണ് കൊടുത്തത്, അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി വലുതായിരിക്കും. ഡിനോമിനേറ്റർ ചെറുതായി, അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി റെസിപ്രോക്കലാണ്, ഇത് വലുതായിരിക്കും. 1 / n into n, അത് 1 by n² എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തിയത് 1 by n² ആയിട്ടാണ്. ആൻഡ് യു നോ ദാറ്റ് സിഗ്മ 1 by n². അപ്പോൾ നമ്മൾ പലതവണ ഉപയോഗിച്ചു. sigma 1 by n raised to p സീരീസിന്റെ കൺവെർജൻസ് ആണ്. അത് ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ആദ്യം പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ സീരീസ് കൺവേർജന്റ് ആണ് നിങ്ങൾ പറഞ്ഞാൽ മതി. ദെൻ ബൈ കമ്പാരിസൺ ടെസ്റ്റ്, റൈറ്റ് സൈഡിലെ സീരീസ് കൺവേർജന്റ് ആയതുകൊണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അതിനേക്കാളും ചെറിയ വാല്യൂസ് ആണ് ടേംസ് ആയിട്ട് വന്നിരിക്കുക. ദെൻ ബൈ കമ്പാരിസൺ ടെസ്റ്റ്
By comparison test, sigma 1 by n plus 1 into n plus 2 is also convergent. Thank you.